പ്രിയപ്പെട്ട വിജയൻ സാറാണ്. അദ്ദേഹം പടിയൂര് താമസിക്കുന്നതാണ്. സർക്കാർ ഫാർമസിസ്റ്റാണ്. 20 കൊല്ലത്തിലധികമായിട്ട് മരുന്നുകൾ 20-ലധികം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് വളരെ വിഷമത്തോടെയാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ ഇപ്പം ഒത്തിരി സന്തോഷത്തോടെയാണ് വരുന്നത്. എനിക്ക് ഇദ്ദേഹത്തെ അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എൻ്റെ ഭാര്യയോടും കൂടി ചോദിച്ചോന്ന് ഉറപ്പ് വരുത്താലും നമ്മൾ ഏത് മാസം ഭാര്യ കൊടുത്തോട്ടെ വന്നു കഴിഞ്ഞ 2024 ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ ഡോക്ടർ സജീവനെ സമീപിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ നിരവധി ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഗുളികകൾ തന്നെ ഉണ്ടാക്കിയ അസുഖമാണ് എന്നെ ഇവിടത്തേക്ക് എത്തിച്ചത്. കാരണം ഇവിടെ വരുന്നതിന് മുമ്പ് അലട്ടിയിരുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം എൻ്റെ സൈനസൈറ്റിസാണ്. ജലദോഷം കല്ലിക്കുന്നത് നമ്മൾ പറയുന്ന അസുഖം. അത് പ്രീ ഡിഗ്രി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് എനിക്ക് തുടങ്ങിയത്. 74 വയസ്സായി. അപ്പോൾ ഈ കാലം പൂർണ്ണമായിട്ടും ഒന്നര മാസത്തിന് ഇടയിൽ ഒരു തവണ വീതം ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിന് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചുകൊണ്ടിരുന്നു. അതിന് പുറമെ വേദന സംഹാരികൾ, പിന്നെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ, സാധാരണ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, അതിൻ്റെ അനുബന്ധ രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് പ്രശ്നം, ഫിസ്റ്റുല എന്ന് ഞാനിപ്പം എണ്ണയാൽ ഒടുങ്ങാത്ത രോഗങ്ങളാണ്. ഇടയ്ക്കിടെ ഇതിന് പുറമേയും താൽക്കാലികമായി വന്നു പോകുന്ന രോഗങ്ങൾ, പെരിയാർത്രൈറ്റിസ്, സർവിക്കൽ സ്പോണ്ടിലോസിസ്, പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് രോഗങ്ങളുടെ പട്ടിക ഞാൻ നിരത്തുന്നില്ല. ഞാൻ അനുഭവിച്ചു വന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതും തീരാ ദുരിതം എനിക്ക് വലിച്ചു വെച്ച, അതിനേക്കാളുപരിയായിട്ട് ഇതൊക്കെ കഴിക്കേണ്ടി വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഔഷധജന്യ രോഗങ്ങളാണ് എന്നെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരു പാരാസെറ്റമോൾ ഗുളിക പോലും കഴിക്കാൻ ഇടയായിട്ടില്ല. ഇവിടെ വന്ന ദിവസം ഡോക്ടർ പറഞ്ഞു, മുഴുവൻ ഗുളികയിൽ നിർത്താണെങ്കിൽ ഞാൻ ചികിത്സ തുടങ്ങാം. ഞാൻ അന്ന് രാവിലെ അതിനോടിടയ്ക്ക് തന്നെ എൻ്റെ ഈ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് അടിക്കടി വേദന സംഹാരികൾ കഴിക്കേണ്ടി വന്നു. ആ വേദന സംഹാരികൾ എൻ്റെ ക്രിയാറ്റിൻ ലെവൽ കണ്ടമാനം വർദ്ധിക്കുകയും അങ്ങനെ കിഡ്നി ഏകദേശം തകർച്ചയുടെ പടിയിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങിയ സമയത്താണ്. അപ്പോൾ എൻ്റെ ഈ അവസാനം ഈ ഗുളികകൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിലയിരുത്തിയ സമയത്താണ് ഇത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറൊന്ന് പറഞ്ഞു കിട്ടുവാണെങ്കിൽ ഇതൊന്ന് നിർത്തിയാൽ തന്നെ എൻ്റെ എനിക്ക് സുഖമാവും എന്നുള്ള ചിന്ത എന്നെ എനിക്ക് വല്ലാതെ കൊണ്ടു നടന്നിരുന്ന കാലത്താണ് എൻ്റെ മരുമകൻ്റെ മരുമകൾ, അവൾക്ക് സൈനസൈറ്റിസ് പ്രശ്നം ഉണ്ടായിട്ട് അക്യുപങ്ചർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കോട്ടയത്താണ് ചികിത്സിച്ച് സുഖമായി എന്നുള്ള അറിവ് കിട്ടി. അതിനുശേഷം ഞാൻ അക്യുപങ്ചർ ഡോക്ടറെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഡോക്ടറെ ചെന്ന് വിട്ടിട്ട് കാര്യമില്ല, നല്ല ഫിസിഷ്യനെ, നല്ല ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് രോഗിയുടെ ഒരു വലിയ അതിനുവേണ്ടി നമ്മൾ കാലതാമസം എടുത്താലും വേണ്ടില്ല എന്നുള്ള മനസ്ഥിതിക്കാരനാണ് ഞാൻ. പല അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വർത്തമാന പത്രത്തിൽ പൂർണ്ണ പേജിൽ ഡോക്ടർ സജീവനെ കുറിച്ചുള്ള ഒരു ഫീച്ചർ വരികയും അതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്ത് നിന്ന് ഡോക്ടർ സജീവ് അവാർഡ് ഏറ്റുവാങ്ങുന്ന ഒരു വലിയ ഫോട്ടോ ഉൾപ്പെടെ അതിൽ വരികയും ചെയ്തു. എനിക്ക് ഡോക്ടറെ വേറെ അന്വേഷിക്കേണ്ടി വന്നില്ല. അന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു, ഡോക്ടർ സജീവ് തന്നെ എൻ്റെ ഡോക്ടർ. അത് ഏകദേശം എൻ്റെ മരുമകൾ പറഞ്ഞതിന് ശേഷം 2 മാസം എടുത്തു ഈ ഡോക്ടറെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അന്ന് മുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളോട് പറഞ്ഞു, പലരോടും പറഞ്ഞ്, അറിയാവുന്ന പലരോടും നല്ല അക്യുപങ്ചർ ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യം പറയുന്നത്, എൻ്റെ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, എല്ലാ മരുന്നും നിർത്താമെങ്കിൽ ഞാൻ ചികിത്സ തുടങ്ങാം. ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ കഴിച്ചു, എനിക്ക് കഴിക്കുന്ന പ്രശ്നമില്ല. കാരണം അവിടെ രോഗി
ഇച്ഛിച്ചതും വൈദ്യം വിധിച്ചതും ഒന്ന് തന്നെ എന്നുള്ള സ്ഥിതി വന്നു. ഗുളിക നിർത്തുക എന്നുള്ളത്, മരുന്നുകൾ നിർത്തുക എന്നുള്ളത്. അവിടെ നിർത്തിയതാണ്. അവിടെ നിർത്തി ഇന്ന് വരെ ഞാൻ പറഞ്ഞ ആത്മാർത്ഥമായി പറയുന്ന ഒരു പാരാസിറ്റമോൾ ഗുളിക പോലും അതിനുശേഷം പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം എന്നെ കാറിൽ ബസ് കയറ്റി വിടാൻ വേണ്ടി കൊണ്ടുവരുമ്പം മകള് ഇങ്ങനെ ഔഷധരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയാണ്, അലോപ്പതി ഔഷധരംഗത്ത്. അവൾ പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്യണം കേട്ടോ, ഈ ടെസ്റ്റ് ചെയ്യണം. അക്യുപങ്ക്ചറാണ് അവളുടെ അച്ഛൻ ഫോളോ ചെയ്യുന്നതെന്ന് അവൾക്കറിയാം. എങ്കിലും അവളുടെ ആശങ്ക അവൾ പങ്കുവെച്ചതാണ്. ആ ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡിൻ്റെ നോക്കണം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ ആനുവൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 10-15 വർഷമായി എല്ലാ വർഷവും ആനുവൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം 7 മാസം പിന്നിട്ട് ഞാൻ ഇത് ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ, ചെക്കപ്പിന് ശേഷം ജെറിയാട്രീഷ്യനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത്, അച്ഛാ 73-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇറ്റ് ഈസ് വെരി നൈസ് എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡോക്ടർ ഒരു പരാമർശം നടത്തുന്നത്. അതിന് മുമ്പുള്ള എല്ലാ ടെസ്റ്റിലും എനിക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്ന റിസൾട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 7 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നടത്തിയ ഹോൾ ബോഡി ചെക്കപ്പിൽ ഇറ്റ് ഈസ് വെരി നൈസ് എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടത് മാത്രം മതി എൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകും, വേറൊന്നും വേണ്ട. അതിനോടകം തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ആദ്യ ആശങ്കയോടുകൂടി ഒന്നല്ല ഞാൻ സമീപിച്ചു. ഡോക്ടർക്ക് അങ്ങനെ തോന്നിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ആശങ്കയല്ല എനിക്കുണ്ടായത്. ഡോക്ടർ പറഞ്ഞ് മുഴുവൻ ഗുളിക നിർത്തണം എന്ന് പറഞ്ഞപ്പം മാനസിക സംതൃപ്തിയിലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ മുഖം അത് വ്യക്തമാക്കി എന്ന് വരില്ല. അതുകൊണ്ടായിരിക്കാം ഡോക്ടർ അങ്ങനെ വായിച്ചെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഡോക്ടറെ അന്നും ഇന്നും വരുന്നത്. വെറും വിശ്വാസമല്ല, അന്ധവിശ്വാസമല്ല. അതിന് ശാസ്ത്രീയ അടിത്തറയില്ലായിരിക്കാം. പക്ഷേ പല ലോകത്ത് നടക്കുന്ന ശാരീരിക ശാസ്ത്രീയ അടിത്തറയുണ്ട്. ശരീരത്തിന് അനുഭവസാക്ഷ്യമല്ല, ശരീരത്തിന്റെ കെമിക്കൽ ചേഞ്ചുകളിൽ അതാണ് എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് ഇതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഗവേഷണങ്ങൾ നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നടക്കുന്ന ഗവേഷണങ്ങൾ മുഴുവനും ജനോപകാരപ്രദമാകണം എന്നില്ല. അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾക്കാണ് ഇന്ന് ലോകത്ത് മുൻതൂക്കം ലഭിക്കുന്നത്. ഇതുപോലെയുള്ള പരമ്പരാഗത ചികിത്സ, അതുപോലെ തന്നെ ഈ ആയുർവേദം, അക്യുപങ്ക്ചർ ആയുർവേദക്കാൽ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മുമ്പ് മുതലേ സ്വീകരിച്ചു വരുന്ന ചികിത്സാ രീതിയാണ്. അത് ഫലപ്രദമാണെങ്കിൽ ആ ഫലപ്രദമാകാനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഗവേഷണമാണ് നമുക്കിന്ന് വേണ്ടത്. നടക്കാതെ പോകുന്നത് അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലാണ്, കല്യാട്ടുപറമ്പിൽ, പടിയൂർ പഞ്ചായത്തിൽ. അപ്പോൾ ആ രംഗത്ത് ഗവേഷണം നടക്കട്ടെ. അതുപോലെ അക്യുപങ്ക്ചർ രംഗത്തും ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഗവേഷണങ്ങൾ നടക്കണം. ഞാൻ ChatGPT, DeepSeek ഇങ്ങനെയുള്ള ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ അക്യുപങ്ക്ചറിൽ ഞാൻ ഫോളോ ചെയ്യുന്നതിനെ പറ്റി ഗവേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ആരും പൂർണ്ണതയിൽ എത്തിക്കില്ല. കാരണം ഇത് അവസാന വിജയം കണ്ടുപിടിച്ചാൽ, ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചാൽ അവിടെ കച്ചവടം നടക്കില്ല എന്ന് ഉറപ്പാണ്. ഒരു സാധനത്തിൻ്റെ കച്ചവടം നടക്കില്ല. വെറും പ്രസ്സിങ് മാത്രമാണ് ഡോക്ടർ നടത്തുന്നത്. ഒരു മരുന്നും വേണ്ട, ഒരു ഉപകരണം ഉപയോഗിക്കണ്ട. അതിനൊന്നും വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാട് ഇവിടെ ഇല്ല. ഇത് സർവീസ് മാത്രമാണ്. ഡോക്ടർ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് സർവീസിൽ 28 വർഷം ഗവൺമെൻറ് സർവീസ് കഴിഞ്ഞിട്ട് പെൻഷൻ പറ്റിയിട്ട് 26 ആകുമ്പോഴത്തേന് 20 കൊല്ലം പൂർത്തിയാകുകയാണ്. ഡോക്ടറെ അടുത്ത് ഞാൻ വരുമ്പോൾ ഡോക്ടർ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം വരും പറഞ്ഞു, ജിൻ സാറിനെ കാണുന്ന സമയത്ത് അന്ന് 74 വയസ്സാണ്, ഇപ്പോൾ ഒരു 64 വയസ്സ് തോന്നിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സും കൂടെ ഇപ്പം കുറഞ്ഞിട്ടുണ്ടാവും. വരുന്ന സമയത്ത് മുഖത്തിനെല്ലാം ഭയങ്കര കറുപ്പുണ്ടായിരുന്നു. ഞാൻ മനസ്സിന്റെ ആരോഗ്യം വെച്ച് പറയാണ്, ശരീരത്തിന്റെ വിജയ് സാറിന്റെ മുഖത്തിനെല്ലാം ഭയങ്കര കറുപ്പായിരുന്നു വരുന്ന സമയത്ത്.
തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ മരുന്ന് ഭാഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മരുന്ന് പഠിച്ചാൽ താല്പര്യം കൂടുതലുണ്ട്. അത് മാത്രമല്ല മക്കളൊക്കെ മരുന്ന് ഫീൽഡിലാണ്. മിഥുൻ ഉൾപ്പെടെ പുള്ളിയുടെ മക്കള് ഒക്കെ മകൻ ഒരുത്താൻ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം വരുന്നില്ല, നല്ല സുഖമായി, കുറെ മാറ്റങ്ങളായി. മകൻ വരാൻ കാരണം മകന്റെ വയറ് ഡോക്ടറോട് ഞാൻ പറഞ്ഞ ഡോക്ടറെ ഈ വയറൊന്ന് കുറച്ച് തരണം എന്ന് പറഞ്ഞു. ഇപ്പൊ 5-8 മാസമേ ഉള്ളൂ വയറ് പൂർണ്ണമായിട്ടും കുറഞ്ഞു, സ്ലിം ബ്യൂട്ടിയായി. അതും കൂടെ ഇവിടെ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു.